നമസ്കാരം, ഞാൻ ഡോക്ടർ ജി അജിത് കുമാർ. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു എക്സാം ടിപ്പിനാണ്. എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ടിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാം ടിപ്പ് പറയാം. ഒരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, എക്സാം ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് സാധാരണ എക്സാമിനേഷന് മുന്നേ പ്രയോഗിക്കേണ്ട സാധനത്തിനെയാണ് സാധാരണ അങ്ങനെ റെഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു എക്സാം ടിപ്പിനാണ്. എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ടിപ്പ്. പോസ്റ്റ് എക്സാം വർക്ക്, റെമഡിയൽ വർക്ക്. ഒരു എക്സാമിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് വ്യക്തമായി അറിയാമെന്നുള്ളത്, അതിൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റിയത്, അതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ അറിയാം എന്ന് വിചാരിച്ച് ചെയ്യുകയും പലപ്പോഴും തെറ്റിപ്പോവുകയും ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ്, നമ്മൾ വ്യക്തമായ ഒരു ധാരണയില്ലാതെ തന്നെ മറ്റു ഓപ്ഷൻസ് അല്ല എന്ന് കണ്ടുകൊണ്ട് നമ്മളൊരു ആൻസറിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തേ ഇല്ല, ഒരു ക്വസ്റ്റ്യൻ അത് എന്താണെന്ന് കൂടി മനസ്സിലാവാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ ടൈപ്പ് നമുക്ക് വ്യക്തമായി ഉത്തരം അറിയാമെന്നുള്ള ടൈപ്പ്, ആ ഒരു ടൈപ്പ് മാത്രമാണ് നമ്മുടെ കൃത്യമായ മാർക്ക്. ബാക്കി 3 ടൈപ്പ്, ആ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാൻ ഒരു സ്റ്റുഡൻറ് എന്ത് ചെയ്തു, അതാണ് അയാളുടെ ലാസ്റ്റ് റിസൾട്ടിനെ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഏതൊരവസരവും നിങ്ങൾ എക്സാമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിൽ എങ്ങനെയോ ശരിയായതിനെയും തെറ്റിപ്പോയതിനെയും ചെയ്യാൻ തന്നെ അറിഞ്ഞുകൂടാത്തതിനെയും തിരുത്തി ആ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു വിദ്യാർത്ഥി തീരുമാനിച്ച് സെഫയറിലെ അധ്യാപകരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അതൊരു ഡിസിഷനാക്കി ഒരു കൃത്യമായ ഒരു പ്ലാനോടുകൂടി മുമ്പോട്ട് പോയാൽ യാതൊരു സംശയവുമില്ല, നീറ്റ് അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഏറ്റവും വലിയൊരു എക്സാം ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പോസ്റ്റ് എക്സാം വർക്ക്, റെമഡിയൽ വർക്ക്. ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. വിതിൻ ആൻ അവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് വരിക. അതിൻ്റെ പോർഷൻസ് മനസ്സിലാക്കാനുള്ള ഡെപ്ത് റീഡിങ് ആവശ്യമാണ്. പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. സഫയറിൻ്റെ ലൈബ്രറി രാവിലെ 6 മണി മുതൽ രാത്രി 11:30 മണി വരെയും സഫയറിലെ ലൈബ്രറി വർക്കിംഗ് ആണ്. ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. വളരെ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഊർജവും ഞങ്ങളുടെ കുട്ടികളുടെ റിസൾട്ടായിട്ട് മാറുന്നതിൻ്റെയും ഏറ്റവും വലിയ ഘടകം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക, ലൈബ്രറി കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓരോ സെഷൻസും നിങ്ങൾ പഠിച്ചു വരുന്ന ഓരോ ചാപ്റ്ററും അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ്, മിനിമം 25 ക്വസ്റ്റ്യൻസ് ഓർ 30 ക്വസ്റ്റ്യൻസ് ആൻഡ് ഫിക്സ് എ ടൈം ഓഫ് 30 മിനിറ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ടാർഗറ്റ് ഇട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ 30 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 3 hours ഓർ മോർ ദാൻ 1 hour, നോ. അതിൻ്റെ കൃത്യമായ സമയം കൊടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് അത് തന്നെയാണ് എപ്പോഴും റിസൾട്ട് ഉണ്ടാക്കുന്നത്. പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ സ്പീഡ് തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് പറ്റുന്ന തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് തെറ്റുന്നു എന്ന് തിരിച്ചറിഞ്ഞാലേ ഒരു വിദ്യാർത്ഥിക്ക് ശരിയായ പാതയിൽ കൂടെ അയാളുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്, പോസ്റ്റ് എക്സാം വർക്ക്. മറ്റ് എക്സാം ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.